AK സെന്ററിലുള്ള ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പതിനായിരങ്ങൾ ഇപ്പോൾ പഴയ AK സെന്ററിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ AK സെന്റർ ഇപ്പോൾ ഒരു ഗവേഷണ കേന്ദ്രമാക്കി അവർ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് കാലം പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടിയ അതേ AK സെന്ററിൽ ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി VS കിടക്കുകയാണ്. ഒരു സമര പോരാട്ടത്തിന് നടുവിൽ എന്നും VSൻ്റെ ശബ്ദം ഉച്ചത്തിൽ തന്നെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നീട്ടിയും വലിച്ചു കുറുക്കിയുമുള്ള അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ഒക്കെ തന്നെ മലയാളിക്ക് സുപരിചിതമായിരുന്നു. മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴൊന്നും മറച്ചു വയ്ക്കാനൊന്നുമില്ലാത്തവൻ്റെ ധൈര്യം അദ്ദേഹം എപ്പോഴും കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ കൃത്യമായ മറുപടി കിട്ടും എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. തൻ്റെ ജീവിത പുസ്തകത്തിൽ അടഞ്ഞ താളുകളില്ല എന്ന് തെളിയിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്നു VS അച്യുതാനന്ദൻ. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹത്തിന് നിലകൊള്ളാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും കേരളത്തിലെ മണ്ണിൻ്റെ പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടുവാനും മലയാളിയുടെ ജീവിതത്തിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു കയറുവാനും അദ്ദേഹം കാണിച്ച താല്പര്യമാണ് ഒരുപക്ഷെ മലയാളികൾക്ക് ഇന്ന് അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് അറിയുന്ന പോലെ ഉമ്മൻചാണ്ടിക്കും EK നായനാർക്കും ശേഷം കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ വിലാപയാത്രയ്ക്കായിരിക്കും ഈ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇപ്പോൾ AK സെൻ്റർ മുന്നിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ആത്മാർത്ഥതയിലാണ് ഈ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്കറിയാം. ആരും ക്ഷണിച്ചു വരുത്തിയതല്ല ഈ ജനക്കൂട്ടത്തെ. ഈ ജനാരവം മുഴുവൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് തങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ഇടവാങ്ങിയെന്ന നടുക്കുന്ന വാർത്ത അവരറിഞ്ഞതിന് ശേഷമാണ്. ഒരുപാട് കാലം VSൻ്റെ സമ്മേളനത്തിലും മാധ്യമ ജീവിതത്തിലുമൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് നമ്മുടെ PP ജെയിംസ്. ഒരുപക്ഷെ VS അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ആദർശശുദ്ധിയുള്ള ഒരു വലിയ നേതാവിനെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ്. ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലി സമർപ്പിക്കാനും ഒക്കെ ആയിട്ട് ആയിരങ്ങൾ അവിടെ തടിച്ചു കൂടിയിരിക്കുന്നു.